ജിന്ന ആദ്യമൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും ആരും ഇവിടെ വിലക്കെടുത്തിരുന്നില്ല. കാരണം അദ്ദേഹം മതം എന്ന് പറയുന്ന ഒന്നിനെ പരിഗണിച്ചേയില്ല ആദ്യമൊന്നും. കാരണം അത്യാവശ്യം ബോധമൊക്കെ വന്നു. ബ്രിട്ടനിലൊക്കെ പോയി പഠിച്ച ആളാണ്, നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വക്കീലായിരുന്നു, പേരെടുത്ത ഒരു വക്കീലായിരുന്നു. അപ്പോൾ അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മതം വിട്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു സ്റ്റാൻഡ്. പക്ഷേ ഇവിടെ നിന്നും അവഗണന, അല്ലെങ്കിൽ പലയിടത്തു നിന്നും ഇദ്ദേഹത്തെ കൂവി ഇറക്കി വിടുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ഇതേ സമയം അദ്ദേഹം കാണുകയാണ് മതത്തെ പിടിച്ച് കളിക്കുന്ന നേതാക്കന്മാരെല്ലാം വളരെ പെട്ടെന്ന് പ്രശസ്തി ആർജിക്കുന്നു, കയറിപ്പോകുന്നു. ഗാന്ധിജി ഉൾപ്പെടെ. ഉദാഹരണത്തിന് തുർക്കിയിലെ അവിടുത്തെ സ്ഥാനപതി അല്ലെങ്കിൽ അവിടുത്തെ സുൽത്താന് വീണ്ടും ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നടന്ന ഒരു സമരമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതായത് ഇവിടെ പുര കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ പറമ്പിലെന്തോ തീ പിടിച്ചിന് വെള്ളം ഒഴിക്കാൻ പോകുന്ന ഒരു കാര്യം. പക്ഷെ അങ്ങനെ ചെയ്തത് എന്തിനാണ്? അല്ലെങ്കിൽ ഗാന്ധിജിയും ഒക്കെ ഇതിനെ അനുകൂലിച്ച് ഇതൊരു വലിയ മുന്നേറ്റമാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുണ്ടായിരുന്ന മുസ്ലിംസിനെ മുഴുവൻ കയ്യിലെടുക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. ജിന്ന അന്ന് ഇതിനെ എതിർക്കുന്നുണ്ട്. അവിടെ നടക്കുന്നതിൽ നമുക്കെന്ത് കാര്യം? നമുക്കിവിടെ വേറെ കാര്യങ്ങൾ ചെയ്യാനില്ലേ? അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വാതന്ത്ര്യമില്ല. പക്ഷേ എല്ലായിടത്തു നിന്നും ഇദ്ദേഹത്തെ കളിയാക്കി വിടുന്നു. മനസ്സുമടുത്ത് അദ്ദേഹം ബ്രിട്ടനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. പക്ഷെ പിന്നീട് തിരിച്ചു വന്ന് ഇദ്ദേഹം മറ്റവരൊക്കെ കളിച്ച അതേ കളി തന്നെയാണ് കളിച്ചത്. മതത്തെ അങ്ങ് പിടിച്ചു. പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാകാൻ കാരണം നെഹ്റു ചെയ്ത ചില മണ്ടത്തരങ്ങളാണ്. അല്ലെങ്കിൽ ജിന്നയാണ് ഇന്ത്യ വിഭജിക്കപ്പെടുവാൻ കാരണമായത്. അല്ലായിരുന്നുവെങ്കിൽ ഒരൊറ്റ രാജ്യമായിട്ട് ഇരുന്നേനെ എന്നൊക്കെ പലരും പലയിടത്തു നിന്നും കേൾക്കുന്നുണ്ടാകും. വാസ്തവം എന്താണ്? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ അതിനെ നയിച്ചിരുന്ന ജിന്ന ചോദിക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഉണ്ടാകാൻ തക്കവിധം ഇത്രമാത്രം സ്വാധീനം ജിന്നയ്ക്ക് വന്നത്, അതിൻ്റെ കാരണം ഒരു തരത്തിൽ കോൺഗ്രസ് ചെയ്ത അല്ലെങ്കിൽ നെഹ്റു ചെയ്ത ഒരു വലിയ അബദ്ധമാണ് എന്ന് പറയേണ്ടി വരും. നെഹ്റു അല്ലെങ്കിൽ കോൺഗ്രസ് അന്ന് അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ജിന്ന പാകിസ്ഥാൻ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഒന്നും അതിന് വലിയ സ്വാധീന ശക്തി ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 10-8 പ്രോവിൻസുകളും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത്. എങ്കിലും ഈ 10-8 പ്രോവിൻസിലും കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ ഇവരൊക്കെ പേരിന് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ തിരുവിതാംകൂർ എങ്ങനെയാണ് അവിടുത്തെ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്നത്? ബ്രിട്ടീഷുകാരുടെ കീഴിൽ എന്ന് പറയുന്നത് പോലെയാണ്, പേരിന് മാത്രമാണ്. എങ്കിൽ പോലും കോൺഗ്രസ് പറയുന്നതിന് ഒരു വിലയും കൽപ്പിക്കാതെ അല്ലെങ്കിൽ അവരോട് ചോദിക്കാതെ ബ്രിട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെയും കൂടി യുദ്ധത്തിൽ പങ്കാളിയാക്കി. ബ്രിട്ടീഷ് ഇന്ത്യയും രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികളുടെ കൂടെ നിന്ന് പോരാടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്രെഡിറ്റ് തരാനായിട്ടൊന്നുമല്ല, ഇവിടെയുള്ള പട്ടാളക്കാരെ യുദ്ധത്തിന് കൊണ്ടുപോകണം, അതാണ് ആവശ്യം. ബ്രിട്ടൻ പൊരുതിയിട്ടുള്ള പല യുദ്ധങ്ങളിലും പാവം ഇന്ത്യക്കാരാണ് അന്നൊക്കെ ബലിയാടാകേണ്ടി വന്നിരുന്നത്. അപ്പോൾ കോൺഗ്രസിനൊക്കെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കപ്പലുകളിലും മറ്റുമൊക്കെ കയറ്റി ഇന്ത്യക്കാരെ ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തുകൊണ്ട് യുദ്ധത്തിന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൻ്റെ മന്ത്രിമാരെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് രാജിവെച്ചു. അതായത് ഈ യുദ്ധത്തിൽ കോൺഗ്രസ് സഹകരിക്കുന്നില്ല എന്ന് ചുരുക്കം. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? കോൺഗ്രസിൻ്റെ സ്വാധീനവും ശക്തിയും ഒക്കെ ഇതോടെ ക്ഷയിച്ചങ്ങ് പോയി. ഈ ഒരു അവസരം നല്ലതുപോലെ മുതലെടുത്തത് ജിന്നയാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗാണ്. ജിന്നയൊക്കെ അന്ന് ഓരോ ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും ഒക്കെ പ്രസംഗിച്ചും അല്ലെങ്കിൽ ആളുകളെ ചേർത്തുകൊണ്ടിരുന്നു. അവരുടെ സ്വാധീനം, മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം വളരെ വലുതാക്കി. കോൺഗ്രസിൻ്റെ ശക്തി വളരെ വളരെ ദുർബലമായി. 1942 കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ സമരം കൊണ്ടുവരുന്നു. ഗാന്ധിജിയുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു വമ്പൻ പരാജയമായിരുന്നു അത്. അതിനു മുമ്പൊക്കെ ജിന്ന എന്താണ് ചെയ്തത്? അവർ ബ്രിട്ടന് പിന്തുണ കൊടുക്കുകയും ചെയ്തു. അതായത് യുദ്ധത്തിന് പിന്തുണ കൊടുക്കുകയും ചെയ്തു. പട്ടാളക്കാരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് ബ്രിട്ടന് വേണ്ടി പോരാടാനും അവർ വളരെ ഉത്സാഹത്തോടെ ഇതെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ 42 ആയപ്പോഴേക്കും ഒരു കാര്യം മനസ്സിലായി, കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിച്ചു, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ സ്വാധീനം കുറഞ്ഞു. അതേസമയം ഒന്നുമല്ലാതിരുന്ന മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ജിന്നയുടെ വാക്കിന് വലിയ വിലയും സ്വാധീനവും ഒക്കെ കിട്ടി. ഇതേ അധികാരവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ മസിൽ പിടിച്ച് ഇവർ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പിന്നീട് ഉണ്ടാകുന്നത് എന്ന് കാണാം. അപ്പോൾ നെഹ്റു അന്ന് ഇതിലൊക്കെ പ്രതിഷേധിച്ച് അനാവശ്യമായിട്ട് ഈ കോൺഗ്രസ് മന്ത്രിമാരെല്ലാം കൂടെ രാജിവെച്ചില്ലായിരുന്നുവെങ്കിൽ ജിന്നയോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗോ ഒന്നും അത്രയും സ്വാധീനമുള്ള രീതിയിൽ വളരില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് നെഹ്റുവിൻ്റെ
ഒരു കുറ്റമായിട്ട് പറയാം. കാരണം ജിന്നെ ഇതുപോലെ സ്വാധീനമുള്ള ആളാകാനായിട്ട് അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം ഒരുക്കിയത് നെഹ്റു ചെയ്ത ഒരു മണ്ടത്തരമാണ്. 25 ലക്ഷം, അതിലൊക്കെ അധികമായിരിക്കും യഥാർത്ഥത്തിൽ. അത്രയും ഇന്ത്യൻ പട്ടാളക്കാർ, ഇന്ത്യൻ യുവാക്കന്മാർ ബ്രിട്ടന് വേണ്ടി പോരാടി. അതിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു പോവുകയും ചെയ്തു. ബ്രിട്ടൻ എന്താണ് കുഴപ്പം? മരിക്കുന്നതൊക്കെ ഇന്ത്യക്കാരാണ് പലയിടത്തും. അപ്പോൾ ഇന്ത്യക്കാരിങ്ങനെ പോയതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും കൂലി കൃത്യമായിട്ട് കിട്ടുമായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. പട്ടാളത്തിൽ ചേർന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് കാശ് കിട്ടും, അല്ലെങ്കിൽ കുടുംബം പട്ടിണിയാകാതിരിക്കും. അതുകൊണ്ടാണ് പല ഇന്ത്യൻ യുവാക്കളും അന്ന് ചാടിക്കയറി, പലരും ഉത്സാഹത്തോടെയാണെങ്കിലും ഈ യുദ്ധത്തിന് പോയത്. അതായത് കോൺഗ്രസിൻ്റെ ആവശ്യം ന്യായമായിരുന്നു, ഞങ്ങൾ ബ്രിട്ടനെ സഹായിക്കാം യുദ്ധത്തിൽ, പക്ഷേ നിങ്ങൾ ആദ്യം സ്വാതന്ത്ര്യം തരിക. ഇതിന് പകരമായിട്ട് സ്വാതന്ത്ര്യം ചോദിച്ചു, ബ്രിട്ടൻ നിരസിച്ചു. പക്ഷേ അതിൻ്റെ പേരിൽ ഈ രാജി, അത് വലിയൊരു അബദ്ധമായിരുന്നു. കാരണം അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തത് കോൺഗ്രസ്സിന് തന്നെയാണ്. 1943 ബംഗാളിൽ വലിയ ക്ഷാമം ഉണ്ടാകുന്നുണ്ട്. 40 ലക്ഷം ഇന്ത്യക്കാരാണ് പട്ടിണി കിടന്ന് മരിച്ചത്. ഈ പറഞ്ഞത് തെറ്റിയൊന്നും പോയിട്ടില്ല. 3 മില്യൺ എന്നാണ് പൊതുവെ കാണുന്നത്. പക്ഷേ ഈ 4 മില്യൺ പോലും കൂടുതലല്ല, അല്ലെങ്കിൽ അതുപോലും കുറവായിട്ടുള്ള കണക്കാണ് എന്നാണ് പറയുക. കാരണം ഉള്ളതൊക്കെ ബ്രിട്ടനിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ അടിച്ചമർത്തുക തന്നെയായിരുന്നു എന്ന് പറയാം. 60,000-ഓളം കോൺഗ്രസ് നേതാക്കളെയാണ്, ഗാന്ധിജിയൊക്കെ ഉൾപ്പെടെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാവരെയും പിടിച്ചകത്താക്കി. ആ സമയത്ത് ജിന്നയുടെ മുസ്ലിം ലീഗ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ നിരാകരിക്കുകയാണ് ചെയ്തത്. അവരങ്ങനെ ബ്രിട്ടൻ്റെ ഗുഡ് ലിസ്റ്റിൽ അങ്ങ് കയറി. കോൺഗ്രസ് ആകട്ടെ അവരുടെ ശക്തിയും പോയി. പിന്നെ ഇന്ത്യ ഒരൊറ്റ രാജ്യമായിട്ട്, അല്ലെങ്കിൽ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നും ഇന്നത്തേതുപോലെ ഉണ്ടാവില്ല, ഒരൊറ്റ രാജ്യമായിട്ട് ഇങ്ങനെ നിൽക്കാനുള്ള ഒരു പ്ലാൻ ആദ്യമേ തന്നെ അത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് ജിന്നയൊക്കെ അത് അംഗീകരിച്ചതാണ്, മുസ്ലിം ലീഗ് ഒക്കെ അംഗീകരിച്ചതാണ്. അപ്പോൾ നെഹ്റു ആണ് ഇതിന് കാരണം, അല്ലെങ്കിൽ പാകിസ്ഥാനൊക്കെ ഉണ്ടാകാൻ എന്നുള്ള കാരണം പറയുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം എന്താണ്? വാസ്തവത്തിൽ ഈ മുസ്ലിം ലീഗും അല്ലെങ്കിൽ ജിന്നയും ഒക്കെ ആദ്യം സമ്മതിച്ച, അല്ലെങ്കിൽ വിഭജിക്കാതെ തന്നെ മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് രാജ്യത്തിനുള്ളിൽ തന്നെ ഫലത്തിൽ 3 രാജ്യങ്ങൾ എന്നുള്ള രീതിയിലായിരുന്നു. അതായത് ABC എന്ന് പറഞ്ഞ് 3ആയിട്ട് തിരിക്കും. ഒറ്റ രാജ്യമായിരിക്കും, പക്ഷേ ഇപ്പോഴത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഭാഗം, ഇന്ന് ഇന്ത്യയായിട്ട് കിടക്കുന്നത് മറ്റൊരു ഭാഗം, അതുപോലെ ഇപ്പോഴത്തെ ബംഗ്ലാദേശും അല്ലെങ്കിൽ കുറേ പ്രദേശങ്ങളൊക്കെ അടങ്ങിയിട്ട് വേറൊരു ഭാഗം, അങ്ങനെ ABC എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഒരു രാജ്യമാണ്. പക്ഷേ പ്രശ്നം, ഈ 3 പ്രദേശങ്ങൾക്ക് 3 കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കാം. ഈ 3 പ്രദേശങ്ങളും 3 ഭരണാധികാരികളായിരിക്കും ഭരിക്കുന്നത്. അതായത് ഓരോ പ്രദേശങ്ങളിലും എയിലും ബിയിലും സിയിലും അവർ തിരഞ്ഞെടുത്ത് ഓരോ ആളുകളെ തിരഞ്ഞെടുക്കാം. അവരിൽ നിന്ന് ഒരാൾ ഏറ്റവും മുകളിലെത്തും. ഇവർക്കെല്ലാം 3 കോൺസ്റ്റിറ്റ്യൂഷൻസുമായിരിക്കും. എന്നാൽ ഒരൊറ്റ പാർലമെൻറ്റ് പൊതുവായിട്ട് ഉണ്ടാക്കിയിട്ട് ഇവരെല്ലാം കൂടെ അവിടെ കൊണ്ടുപോയി നിർത്തുക. എയ്ക്കും ബിക്കും സിക്കും ഓരോ കോൺസ്റ്റിറ്റ്യൂഷൻസ്, എന്നാൽ രാജ്യത്തിന് പൊതുവായിട്ട് മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയ്ക്കുള്ളിൽ വേറെ ഭരണഘടനകൾ. ഇങ്ങനെ ഒരു അവിയൽ പരുവത്തിലാണ് ആ ഒരു ആശയം മുന്നോട്ട് വന്നത്. മുസ്ലിം ലീഗ് ഇത് അംഗീകരിച്ചു. അവർക്ക് വേണ്ട പോലെ തന്നെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അതായത് പാകിസ്ഥാൻ, നമുക്കറിയാം ഇപ്പോഴത്തെ ബംഗ്ലാദേശും ആദ്യം പാകിസ്ഥാനായിരുന്നു. ജിന്നയൊക്കെ ഓക്കെ പറയുകയും ചെയ്തു. അതായത് ഇന്ത്യ എന്നോ പാകിസ്ഥാൻ എന്നോ വിഭജിക്കാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ഇതിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ക്യാബിനറ്റ് തിരഞ്ഞെടുപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഭരണഘടനാ നിർമ്മാണ സഭ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിൽ ആർക്ക് ഭൂരിപക്ഷം ലഭിക്കുമോ, സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിനായിരിക്കാം ഭൂരിപക്ഷം ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ കാര്യങ്ങൾ പുനഃപരിശോധിക്കും. വേറൊന്നുമല്ല, ഇങ്ങനൊരു രാജ്യം രൂപീകരിക്കപ്പെട്ടാൽ 5 വർഷം കഴിയുമ്പോൾ ഇതിൽ ഓരോ പ്രോവിൻസുകൾക്കും വേണമെങ്കിൽ ഈ രാജ്യത്തു നിന്ന് മാറാം, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാം. അതായത് അവിടെ ഉള്ളവരുടെ ഇഷ്ടം അനുസരിച്ച്, അല്ലെങ്കിൽ ഈ പ്രോവിൻസുകൾക്കുള്ളിൽ തന്നെ എയ്ക്കും ബിക്കും സിക്കും അകത്തുള്ള ഓരോ ഗ്രൂപ്പുകളുണ്ട്, അവയ്ക്കും ഇതുപോലെ മാറാനായിട്ട് സാധിക്കാം, അല്ലെങ്കിൽ പുറത്തു പോകാം, അവിടെ തന്നെ നിൽക്കാം. അതായത് ഒരു സ്ഥിരതയും ഉണ്ടാകില്ല. അതായത് നിലവിലിപ്പോൾ വിഭജിക്കുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഭാവിയിൽ അത് സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നെഹ്റു പറഞ്ഞു, ഇത് പറ്റില്ല, ഇതിപ്പോൾ പേരിനിപ്പോൾ ഇങ്ങനെ നിൽക്കും, പിന്നീട് ഇതിലും വലിയ പ്രശ്നങ്ങളായിരിക്കാം ഉണ്ടാവുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന 5 വർഷം 10 വർഷമൊക്കെ കഴിഞ്ഞാൽ മാറാം, അല്ലെങ്കിൽ നിൽക്കാം, ഇതൊക്കെ ഞങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ജിന്ന ഉടക്കി, അത് പറ്റില്ല. അപ്പോൾ കോൺഗ്രസ് ഇത് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പാകിസ്ഥാൻ വേണം എന്നുള്ള രീതിയിൽ ജിന്ന അന്ന് പറഞ്ഞത്, നിങ്ങൾ തെരുവിൽ പ്രതിഷേധിക്കൂ എന്നാണ്. ജനങ്ങളോട് തെരുവിൽ അവർ പ്രതിഷേധിച്ചു. കൽക്കട്ടയിൽ ഒരൊറ്റ ദിവസം 12,000 പേരാണ് മരിച്ചത്. ഒരൊറ്റ ദിവസം കൊണ്ട്. അന്ന് ഇന്ത്യയിലെ പോപ്പുലേഷൻ 35 കോടിയാണ്. ഈ അടുത്ത കാലത്താണ്, അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ
ഒരു പകുതി മുതലൊക്കെയാണ് ജനസംഖ്യ ഇതുപോലെ കൂടാൻ തുടങ്ങിയത്. അന്ന് 35 കോടിയാണ് ഇന്ത്യയിലെ പോപ്പുലേഷൻ. ആ സമയത്ത് പോലും ഒരു ദിവസം കൊണ്ട് 12,000 പേര് മരിക്കുകയാണ്. വെറുതെ ആളുകൾ ഓടി നടന്ന് കൊല്ലുകയായിരുന്നു എന്ന് പറയാം. അപ്പോൾ അവിടെ കൂടുതലും കൊല്ലപ്പെട്ടത് ഹിന്ദുക്കൾ തന്നെയാണ്. 6 ആഴ്ച കഴിഞ്ഞിട്ട് ഈസ്റ്റ് ബംഗാളിൽ ഒറ്റ ദിവസം തന്നെ 6,000 പേരോളം കൊല്ലപ്പെടുന്നു. ഈ കണക്കുകളൊക്കെ യഥാർത്ഥത്തിൽ ഇതിനേക്കാളുമൊക്കെ എത്രയോ കൂടുതലായിരിക്കും. പിന്നീട് കൽക്കട്ടയിൽ തിരിച്ചടിക്കുന്നു. മുസ്ലിംസ് ആണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നും പറഞ്ഞിട്ട് അവരെ തിരിച്ചടിക്കുന്നു. അതുപോലെ കൽക്കട്ടയിലെ പേര് പറഞ്ഞുകൊണ്ട് ബീഹാറിൽ മുസ്ലിംസിനെ ആക്രമിക്കുന്നു. 3 മാസം കഴിഞ്ഞ് പഞ്ചാബിൽ ഏകമത പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാവരും കിടന്ന് കൂട്ടാടി. സിഖുകാരും ഹിന്ദുക്കളും മുസ്ലിംസും എല്ലാവരും കൂടി. അവിടെ ആരാണ് മരിച്ചത് കൂടുതൽ എന്നൊന്നും, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും കൂടുതൽ മരിച്ചത് ആരാണോ അതിനൊരു പ്രതികാരമായിട്ട് വേറെ സ്ഥലത്തോ അല്ലെങ്കിൽ അവിടെ തന്നെയോ മറ്റൊരു എന്ന് പറയുന്നത് പോലെ ഇന്ത്യ മുഴുവൻ നിന്ന് കിടന്ന് കത്താൻ തുടങ്ങിയെന്ന് പറയാം. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ മതം പറഞ്ഞ് തെരുവുകളിൽ കിടന്ന് തമ്മിത്തല്ലി ചാവുകയാണ്. അതായത് സംഘടിച്ച ആക്രമണങ്ങൾ നടത്തുകയാണ്. പേടിപ്പെടുത്തുന്ന, നമുക്കിന്ന് സങ്കല്പിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇപ്പോൾ രാജ്യം നിന്ന് കത്തുകയാണ്. ഈ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന പുസ്തകമാണെങ്കിലും അതിലൊക്കെ ഈ ബ്രിട്ടൻ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുന്നു, മൗണ്ട് ബാറ്റൻ്റെ ഒക്കെ വിഷമം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ടാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ വിത്ത് യഥാർത്ഥത്തിൽ പാകിയത് അവർ തന്നെയാണ്. അതൊന്നും അതിൽ പറയുന്നേ ഇല്ല. ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ വിഷമിച്ച് നിൽക്കുന്ന ബ്രിട്ടീഷുകാരെ പോലെയൊക്കെയാണ് നമുക്കത് വായിക്കുമ്പോൾ തോന്നുക. കോൺഗ്രസ്സിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. കോൺഗ്രസ് സമ്മതിച്ചു, ഓക്കെ ഡിവൈഡ് ചെയ്യാം പാകിസ്ഥാൻ എന്നും ഇന്ത്യ എന്നും. ഗാന്ധിജി പറയുന്നുണ്ട് ഒരിക്കലും ഇത് സമ്മതിക്കില്ല, ഞാൻ മരിച്ചാലേ നിങ്ങൾക്ക് ഇത് വിഭജിക്കാനായിട്ട് സാധിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദിവസവും ആയിരങ്ങൾ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിഭജിക്കാമെന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ മാപ്പുകൾ പോലും, അല്ലെങ്കിൽ ഏത് സ്ഥലം ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനാണോ ഇന്ത്യ ആണോ എന്നൊക്കെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളവർ എവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് അറിയുന്നത് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. ഇങ്ങനെ വെറുതെ വരച്ച വര പോലെ വെറുതെ ഒരു സ്കെയിൽ വെച്ചൊന്നും വിഭജിക്കാനായിട്ട് സാധിക്കില്ല. അതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വേറൊരു വലിയ വിഷയമാണ്. എന്നിട്ട് ഈ വിഭജനത്തിൻ്റെ സമയത്ത് എന്താണ് സംഭവിച്ചത്? ഇന്ത്യയും പാകിസ്ഥാനും എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ചോരയിൽ കുളിച്ചാണ്. 2 കോടി ആളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത്. അതായത് മുസ്ലിംസ് എല്ലാം പാകിസ്ഥാനിലേക്ക് പോകുന്നു, ഹിന്ദുക്കളൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നു. അങ്ങനെ നടന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? സ്വാതന്ത്ര്യത്തിന് ശേഷവും പാകിസ്ഥാനിലുള്ളതിലധികം മുസ്ലിംസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ 2 കോടിയോളം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 20 ലക്ഷം ആളുകളാണ് ഇതിനെ തുടർന്ന് തമ്മിത്തല്ലി മരിക്കുന്നത്. അപ്പോൾ വിഭജനം തന്നെ 20 ലക്ഷം ആളുകളൊക്കെ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാലൊന്ന് ഓർത്ത് നോക്കിയേ. ആരെങ്കിലും ഈ കണക്കുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടോ? നമ്മൾ ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ എത്ര ലക്ഷം പേര് മരിച്ചു നമുക്കറിയാം, എല്ലാ വർഷവും ഓർക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ വരുമ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ അന്ന് തമ്മിത്തല്ലി മരിച്ചിരുന്നു. ഇതൊക്കെ ആരെങ്കിലും അല്ലെങ്കിൽ പത്രങ്ങളിലാണെങ്കിലും ഇതൊക്കെ എഴുതുന്നുണ്ടോ? ഇതാണോ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം എന്നുള്ളതാണ് അന്ന്. ഈ ബ്രിട്ടീഷുകാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അവർ ഒരു തൽക്കാല ലാഭത്തിന് വേണ്ടി ഒരു ചെറിയ തീയങ്ങിടും. വേറെ തീയൊന്നും ഇല്ലായിരുന്നു എന്നല്ല പറയുന്നത്, പക്ഷെ ആ തീയങ്ങ് ആളിക്കത്തും. പിന്നീട് അതൊരു വലിയ കാട്ടുതീ ആകുമ്പോഴേക്കും പിന്നെ അവർ വിചാരിച്ചാലും അത് കെടുത്താനൊന്നും സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ ഈ ബ്രിട്ടീഷുകാർ തന്നെ പണ്ട് ബംഗാൾ വിഭജിക്കുന്നു, പഞ്ചാബ് വിഭജിക്കുന്നു. ഇങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ വലുതാവുന്നത്. അന്ന് പഞ്ചാബും ബംഗാളും വിഭജിച്ചതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് പാകിസ്ഥാൻ, ഇന്ത്യ, മറ്റൊരു പാകിസ്ഥാൻ അല്ലെങ്കിൽ പിന്നീട് ബംഗ്ലാദേശ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ, അതായത് ഇന്ത്യയുടെ അപ്പുറവും ഇപ്പുറവുമായിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നിന്നു. പക്ഷേ അത് അധികം നാൾ മുന്നോട്ട് പോയില്ല. ബംഗ്ലാദേശ് സ്വതന്ത്രമായി ഇന്ത്യയുടെ സഹായത്തോടെ അത് മറ്റൊരു രാജ്യമായി. കാരണം പാകിസ്ഥാനിലുള്ള മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കുന്നത് ഉറുദു, അല്ലെങ്കിൽ അവരുടെ ഭാഷ വേറെയാണ്, അവരെ കാണാൻ വ്യത്യസ്തരാണ്, കുറേ കൂടെ വെളുത്തിട്ടും അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരും. അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പടിഞ്ഞാറൻ പാകിസ്ഥാൻ അന്ന് നിന്നിരുന്നതെങ്കിൽ ബംഗാളിലേക്ക് വരുമ്പോൾ അവർ ബംഗാളികളാണ്, അവരുടെ ഭാഷ വേറെയാണ്, ബംഗാളിയാണ്, മറ്റവരുമായിട്ട് കാണാൻ നല്ല വ്യത്യാസമുണ്ട്. അപ്പം മതം ഒന്നായി എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഒരു ഐക്യവും വന്നില്ല എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഇവരെ തഴയുന്നതും അവിടെ പാകിസ്ഥാൻ ആർമി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും 3 മില്യൺ 30 ലക്ഷം ബംഗ്ലാദേശികളാണ്, അല്ലെങ്കിൽ അന്നത്തെ പാകിസ്ഥാനിലുള്ളവരാണ് ഈ ബംഗാളിൽ ഇങ്ങനെ കൊല്ലപ്പെടുന്നത്. പിന്നെ അതിനിടയിൽ നടന്ന ഹിന്ദുക്കളുടെ നേരെ, അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ നേരെ നടന്ന അക്രമങ്ങൾ. ഇന്ത്യ പിന്നീട് ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിന് തന്നെ കാരണമാകുമ്പോൾ ഇന്ത്യക്ക് തന്നെ തലവേദനയായിരുന്നു. കാരണം 1 കോടിയോളം ആളുകളൊക്കെയാണ് ആസാം പോലെയുള്ള ഭാഗങ്ങളിലേക്ക് ഓടി വരുന്നത് ഈ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ നിന്ന്. അന്നത് കിഴക്കൻ പാകിസ്ഥാൻ. അതിൻ്റെയൊക്കെ ഒരു ബാക്കിയും കൂടിയാണ് ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി ബില്ലൊക്കെ വരുന്നു. കാരണം എന്താണ്? അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ അഭയാർത്ഥികളെ കൊണ്ട് ഇന്ത്യക്ക് തന്നെയും, അതായത് ഇവിടെ തന്നെ അന്ന് പട്ടിണിയാണ്. പിന്നീടാണ് MS സ്വാമിനാഥൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ ഹരിത വിപ്ലവം വരുന്നതും. ഇന്ത്യയുടെയൊക്കെ ഒരു വലിയ വിജയം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഭക്ഷണം ഇങ്ങോട്ട്
ഇറക്കുമതി ചെയ്ത് അത് കഴിച്ചിരുന്ന, ഇവിടെ ഒന്നും ഇല്ലാതിരുന്ന ഒരു രാജ്യം പിന്നീട് പാലും അല്ലെങ്കിൽ ധാന്യങ്ങളും ഒക്കെ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ലോകം മുഴുവൻ അന്ന് വിധി എഴുതി. തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്. ഇവർ തമ്മിൽ തല്ലി ചാവുകയുള്ളൂ, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുകയുള്ളൂ. അതാണ് പ്രധാന പോയിന്റ്. ഈ മതത്തിൻ്റെ പേരുള്ള പ്രശ്നങ്ങളെക്കാളും കൂടുതൽ ഇവിടെ ഒന്നും കഴിക്കാനുണ്ടായിരുന്നില്ല, പട്ടിണിയായിരുന്നു. അപ്പോൾ ഇവർ തീരും, ആഫ്രിക്കയെക്കാളും പെട്ടെന്ന് ഇവർ തീരും എന്ന് കരുതിയിരുന്ന സ്ഥാനത്താണ് ഹരിത വിപ്ലവമൊക്കെ വന്നിട്ട് ഇന്ത്യ പിന്നീട് സ്വയം പര്യാപ്തത പല മേഖലകളിലും, അതൊക്കെ ഒരു വലിയ പകരം വയ്ക്കാനില്ലാത്ത വിജയം തന്നെയായിരുന്നു. പിന്നീട് അവിടെ ഇന്ത്യൻ സേന ഇടപെടുന്നു. ഏകദേശം 100,000-നടുത്ത് പാകിസ്ഥാൻ പട്ടാളക്കാരാണ് അന്ന് ഇന്ത്യൻ സേനയുടെ മുൻപിൽ ആയുധം വെച്ച് കീഴടങ്ങുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിനൊക്കെ മുൻപ് അവിടെ നടന്ന ആ കൂട്ടക്കൊലകളിൽ ഏകദേശം 4,00,000-ഓളം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് ഇന്ന്, അതായത് നൂറ്റാണ്ടുകൾ മുമ്പ് നടന്ന കാര്യമൊന്നും അല്ല ഈ പറയുന്നത്. ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ കളി മാറുകയാണ്. അല്ലെങ്കിൽ പോലീസ് ഇല്ലാത്ത അവസ്ഥ, നിയമം പാലിക്കപ്പെടാത്ത ഒരവസ്ഥ, കയ്യൂക്കുള്ളവൻ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകളുടെ വിധമൊക്കെ മാറുമെന്നുള്ളതാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഈ മതങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ആളുകൾ മര്യാദയ്ക്കൊക്കെ ഇരിക്കുന്നത്, നല്ല ആളുകളായിട്ടിരിക്കുന്നത്. തേങ്ങാക്കൊലയാണ്. ഇവിടെ പോലീസും നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പോകുന്നത്. ഇതൊക്കെ ഒരൊറ്റ ദിവസം ഇല്ലാതായാൽ പല വൃത്തികെട്ടവന്മാരുടെയും തനി നിറം പുറത്തു വരുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബംഗാളിൽ നടന്നത് എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യ വിഭജന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഇന്ത്യ തന്നെ എടുക്കണ്ട, എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നു. ഒരു ക്രമസമാധാനം തകരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്നത് മരണത്തേക്കാൾ ഭയാനകമാണ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. സമാധാനമുള്ളൊരു സ്ഥലത്തിരുന്നിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയാനും ആക്രോശിക്കാനും ഒക്കെ എരിപിരി കയറ്റാനും ഒക്കെ എളുപ്പമായിരിക്കും. അതായത് മതങ്ങളാണ് ലോകത്തിലെ നന്മകളെയൊക്കെ ഇങ്ങനെ പുൽകുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ചരിത്രം പഠിക്കുന്നവർ ഇതിനോട് ഒരിക്കലും യോജിക്കില്ല. മതങ്ങൾ ഈ ലോകത്തുണ്ടാക്കിയ അത്രയും പ്രശ്നം അല്ലെങ്കിൽ മനുഷ്യന് വേറെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നന്മ എന്ന് പറഞ്ഞുകൊണ്ട് തിന്മ ചെയ്യുന്നത്, അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഗാസയിൽ തന്നെ ഓരോ ആളുകളൊക്കെ കൊല്ലപ്പെടുന്നു, ഓരോരുത്തർ ഓരോ പക്ഷം പിടിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ തന്നെയുമുള്ളവർ ഭൂരിഭാഗവും ഈ ഗാസയിലെ തന്നെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുമൊക്കെ മതം പിടിച്ചിട്ടാണ്, അല്ലാതെ മനുഷ്യത്വത്തിൻ്റെ പേരിലല്ല. കാരണം മിഡിൽ ഈസ്റ്റിൽ തന്നെ അല്ലെങ്കിൽ ഇറാനിലും ഇറാഖിലും സിറിയയിലും ഒക്കെ ഇപ്പോഴും, അല്ലെങ്കിൽ യമനിലും ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അവിടെ മുസ്ലിംസിനെ തന്നെയാണ് കൊല്ലുന്നത്. ഗാസയിലൊക്കെ നടക്കുന്നതിനേക്കാളും എത്രയോ അധികം. ചർച്ച പോലും ആകുന്നില്ലല്ലോ. വേറൊരു ഭാഗത്ത് രണ്ടും രണ്ട് മതമായതുകൊണ്ട് വലിയ ഉത്സാഹമാണ് ആളുകൾക്ക് ഇതൊക്കെ ചർച്ച ചെയ്യാനായിട്ട്. അതും അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് തിരിച്ചടിക്കുമ്പോൾ മാത്രം അയ്യോ ഇവരിതാ വലിയ ക്രൂരത ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഗാസയിലെ ജനങ്ങളുടെ ശാപം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരാണ് വില്ലന്മാരെ എന്ന് ചോദിച്ചാൽ ഹമാസ് ആണ്. അവരാണ് എല്ലാത്തിനും ഉത്തരവാദികൾ എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് നിവൃത്തിയില്ല, വേറെ വഴിയില്ല, മറ്റൊരു ഓപ്ഷൻ ഇല്ല അവർക്ക്. എന്നാൽ ഈ ഹമാസിനെ തന്നെ ഗാസയിലെ തന്നെ പല ജനങ്ങളും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ എത്രയൊക്കെ മറച്ചാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചില ആളുകളൊക്കെ ഈ ഭഗത് സിംഗിനോടൊക്കെ ഹമാസിൻ്റെ പോരാളികളെയൊക്കെ ഉപമിക്കുന്നത് കാണുമ്പോൾ എന്ത് പറയാനാണ് ഇതിനൊക്കെ. ഭഗത് സിംഗ് എവിടെ കിടക്കുന്നു, ഈ വൃത്തികെട്ടവന്മാർ എവിടെ കിടക്കുന്നു. ഭഗത് സിംഗ് ഒരിക്കലും ഒരു ചാവേറായിട്ട് വന്ന് ആരുടെയും മുമ്പിൽ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ നിരപരാധികളെ കൊല്ലുകയോ സ്വന്തം ജനത്തെ തന്നെ മറയാക്കിക്കൊണ്ട് ആക്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സ്വന്തം പ്രതിഷേധം രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ തൂക്കിക്കൊല്ലപ്പെടുകയാണ് ചെയ്തത് ബ്രിട്ടീഷുകാരാൽ. ഭഗത് സിംഗിനോടൊന്നും ഇവരെ ഒന്നും ഉപമിക്കരുത്, അത് വേറെ. എന്തൊക്കെയാണെങ്കിലും ഇനി നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.